ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് ചെയ്യണമെന്നുള്ളത്. മസ്റ്ററിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഗ്യാസ് ബുക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേരിലെടുത്തുള്ള ഗ്യാസ് കണക്ഷൻ നിങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഈ മസ്റ്ററിംഗ് ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാ ഗ്യാസ് ഏജൻസികളും ഇത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പുതിയ കണക്ഷൻ എടുത്തിട്ടുള്ളവർ അവരുടെ ആധാർ വിവരങ്ങൾ നൽകിയിട്ടാണ് ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ളത് എന്നതിനാൽ അവർക്ക് ഇത് ബാധകമല്ല എന്നാണ് പറയുന്നത്. പഴയ കണക്ഷൻ ഉള്ളവരും ആധാറുമായി ലിങ്ക് ചെയ്യാത്തവരുമാണ് ഇത് ചെയ്യേണ്ടത്. ഇത് ചെയ്യുന്നതിന് വേണ്ടി ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ എടുത്തിട്ടുള്ളത് അവർ അവരുടെ ആധാർ കാർഡുമായി ഗ്യാസ് ഏജൻസിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് ചെയ്തു തരും. എന്നാൽ നമുക്കറിയാം ഗ്യാസ് ഏജൻസികളിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്യാസ് ഏജൻസിയിൽ പോയി കഴിഞ്ഞാൽ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുകയൊക്കെ വേണ്ടി വരും ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്തു വെക്കുക. നമ്മുടെ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് ചെയ്യുന്നതിനായിട്ട് ആദ്യം നമ്മുടെ ഫോണിൽ നമ്മൾ 2 ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത് ആധാർ ഫേസ് ആർ ഡി എന്ന ആപ്ലിക്കേഷനും രണ്ടാമതായിട്ട് നമ്മുടെ ഗ്യാസ് കണക്ഷൻ ഏത് കമ്പനിയുടെയാണോ ആ കമ്പനിയുടെ ആപ്ലിക്കേഷനുമാണ് നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇന്ത്യൻ ഗ്യാസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിനുവേണ്ടി ഇന്ത്യൻ ഓയിൽ 1 എന്ന ആപ്ലിക്കേഷനും ഭാരത് ഗ്യാസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഹലോ BPCL എന്ന ഭാരത് ഗ്യാസിൻ്റെ ആപ്പും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളോട് നോക്കാനായിട്ട് പോകുന്നത് ഭാരത് ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ സെർച്ച് ബാറിൽ ഹലോ BPCL എന്ന് ടൈപ്പ് ചെയ്ത് ശേഷം ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഹലോ BPCL എന്ന് കാണുന്ന ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെയുള്ള ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആകുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശേഷം ഇവിടെ ഓപ്പൺ എന്നുള്ള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ആപ്ലിക്കേഷനാണ് ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇവിടുന്ന് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് വീണ്ടും ആ ഒരു സെർച്ച് ഭാഗത്തേക്ക് തന്നെ വരിക. ശേഷം അവിടെ സെർച്ച് ബാറിൽ ആധാർ ഫേസ് ആർ ഡി എന്ന് ടൈപ്പ് ചെയ്ത് ശേഷം ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സെർച്ച് റിസൾട്ട് ഇതുപോലെ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടായിരിക്കും. അവിടെ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷനിൽ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള ഇൻസ്റ്റാൾ എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആപ്പ് നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട 2 ആപ്ലിക്കേഷൻസ് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ശേഷം നമ്മൾ ഈ വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഗ്യാസ് കണക്ഷൻ്റെ ആപ്പ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതായത് ഹലോ BPCL എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള ഇൻ്റർഫേസ് ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അവരുടെ പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള ആഡൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ആയി ഒരു മെയിൻ ഇൻ്റർഫേസ് വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മെയിൻ ഇൻ്റർഫേസ് ഇതുപോലെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അപ്പോൾ അവിടെ പറയുന്നത്. അപ്പോൾ അവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ബട്ടണൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് അടുത്ത ഓപ്ഷനിലേക്ക് പോകുക. ശേഷം നമ്മൾ ഈ ഒരു പേജിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. ഇവിടെ താഴെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അപ്പോൾ നമ്മൾ ആ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും സൈൻ അപ്പ് ഓർ സൈൻ ഇൻ എന്നുള്ളത്. അവിടെ മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മുടെ 10 മൊബൈൽ നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. അതോടുകൂടെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP വന്നിട്ടുണ്ടായിരിക്കും. OTP എന്നുള്ള ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു OTP കോഡ് നമ്മളൊന്ന് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള കൺസെൻറ്റിൽ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമുക്ക് ഈ ഒരു ആപ്പ് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു 4 അക്ക MPIN ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ന്യൂ MPIN എന്നുള്ള ഭാഗത്ത് നമ്മളൊരു 4 അക്ക പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കൺഫേം MPIN എന്നുള്ള ഭാഗത്ത് നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന അതേ 4 അക്ക പിൻ നമ്പർ തന്നെ ഒരിക്കൽ കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ 2 പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. MPIN സെറ്റ് സക്സസ്ഫുൾ. ഇപ്പോൾ നമ്മുടെ ആപ്പ് ലോഗിൻ ചെയ്യാനുള്ള MPIN നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു 4 അക്ക പിൻ നമ്പറാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ശേഷം ഇവിടെയുള്ള ഡൺ എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആപ്പിൻ്റെ മെയിൻ ഇൻ്റർഫേസ് ഇതുപോലെ ലോഗിൻ ചെയ്യാനുള്ളത് വന്നിട്ടുണ്ടായിരിക്കും. ശേഷം ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു 4 അക്ക പിൻ നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ആ ഒരു ആപ്പിൻ്റെ മെയിൻ ഇൻ്റർഫേസ് ഇതുപോലെ ഓപ്പണായി വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു ഓപ്പണായി വരുന്ന സമയത്ത് അതിൻ്റെ ഓരോ ഫീച്ചേഴ്സ് നമുക്കിവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിലൊക്കെ നെക്സ്റ്റ് എന്നുള്ളതിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളതെന്നുള്ളത് കാണിക്കും. അപ്പോൾ നെക്സ്റ്റ് എന്നുള്ളതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ആ ഒരു ആപ്പിൻ്റെ മെയിൻ ഇൻ്റർഫേസ് ഇതുപോലെ കാണാം. ഇവിടെ കറണ്ട് LPG പ്രൈസ് എന്ന് പറഞ്ഞ നിലവിലുള്ള റേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ ബുക്ക് സിലിണ്ടർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗ്യാസ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് വലതുവശത്തായിട്ട് വ്യൂ മോർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ അതുപോലെ തന്നെ ഓരോ ബട്ടണും എന്തൊക്കെ സർവീസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കാം.
ഇവിടെ നമുക്ക് eKYC എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ ഒരു ആധാർ ഫേസ് ആർ.ഡി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്. അപ്പോൾ ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവർക്ക് ഇവിടുന്ന് പ്ലേ സ്റ്റോർ എന്നുള്ള ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഇവിടെ താഴെയുള്ള കംപ്ലീറ്റ് eKYC എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടി നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക്, അതായത് നമ്മുടെ ഗ്യാസ് കണക്ഷൻ എടുത്തപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP കോഡ് SMS ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു OTP കോഡാണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് SMS ആയി വന്നിട്ടുണ്ടായിരുന്ന ഒരു OTP കോഡ് നമ്മളവിടെ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള വെരിഫൈ എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. OTP വാലിഡേറ്റഡ് സക്സസ്ഫുള്ളി, പ്രൊസീഡ് എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന പേജിൽ ആധാർ ബേസ്ഡ് വെരിഫിക്കേഷൻ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ മുകൾ ഭാഗത്തായിട്ട് സെലക്ട് ലാംഗ്വേജ് എന്നതിൽ നിന്ന് നമുക്ക് വേണ്ട ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് കഴിയും. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മലയാളം തുടങ്ങിയ ലാംഗ്വേജ് ഒക്കെ അവിടെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് വേണ്ട ലാംഗ്വേജ്, നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല വോയിസ് ആയിട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. ഇവിടെയുള്ള പ്ലേ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതി, നമുക്ക് വോയിസ് ആയിട്ട് കേൾക്കാനും സാധിക്കും. I have voluntarily submitted my Aadhaar to BPCL for the purpose of availing LPG connection cum subsidy from Bharat Petroleum Corporation. അതിനുശേഷം കൺസെൻറ്റ് കൊടുക്കുന്നതിന് വേണ്ടി ആ ബോക്സിലൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള പ്രൊസീഡ് എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ ആധാർ ഫേസ് ആർ.ഡി ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫോട്ടോ എടുക്കുന്നതിനുള്ള പെർമിഷൻ കൊടുക്കുന്നതിന്. അപ്പോൾ ആ ഒരു പെർമിഷനൊക്കെ നമ്മളൊന്ന് അലോ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ കാണാം ഇൻസ്റ്റാളിംഗ് എന്നുള്ളത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മുടെ ഫേസ് ഓതൻറ്റിക്കേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. അതിനുശേഷം ഇവിടെ താഴെയുള്ള ബോക്സിലൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള പ്രൊസീഡ് എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അതോടുകൂടെ നമ്മുടെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഓപ്പണായി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു വൃത്തത്തിനുള്ളിൽ നമ്മുടെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് കാണുന്ന രൂപത്തിൽ ക്യാമറ കുറച്ച് ഫ്രണ്ടിലോട്ട് വൈഡായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു റെഡ് ഭാഗം ഗ്രീൻ കളറായിട്ട് വരും. അതിനുശേഷം നമ്മുടെ കണ്ണൊന്ന് ചിമ്മി തുറക്കുക. അപ്പോഴാണ് ആ ഒരു ഇമേജ് കംപ്ലീറ്റ് ആകുന്നത്. ഇമേജ് ക്യാപ്ചേർഡ് സക്സസ്ഫുള്ളി പ്രോസസ്സിംഗ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ആ ഒരു മസ്റ്ററിംഗ് പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ്, സ്റ്റാറ്റസ് ആസ് eKYC സക്സസ്ഫുൾ, ബാക്ക് ടു ഡാഷ്ബോർഡ്. അപ്പോൾ ഇവിടുന്ന് ബാക്ക് ടു ഡാഷ്ബോർഡ് എന്നുള്ള ആ ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ ആ ഒരു ഡാഷ്ബോർഡിലേക്ക് ഇതുപോലെ വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് ഇവിടെ eKYC എന്നുള്ളതിൽ നമ്മുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ ഓൾറെഡി കംപ്ലീറ്റഡ്. നമ്മൾ ആ ഒരു ഓതൻറ്റിക്കേഷൻ ചെയ്ത ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ അതിൻ്റെ ഒരു സ്റ്റാറ്റസും ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ഏതൊരാൾക്കും അവരുടെ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് വളരെ എളുപ്പത്തിൽ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.